ആമേൻ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ക്രിസ്മസിനോട് അടുക്കുകയാണല്ലോ. അപ്പോൾ ബഹളങ്ങളുടെ ഒരു തുടക്കം ആയിട്ടാണ് എനിക്ക് പെട്ടെന്ന് തോന്നുന്നത്. കരോൾ പ്രാക്ടീസുകളൊക്കെ നടക്കുന്നു, കരോൾ കോമ്പറ്റീഷൻ നടക്കുന്നു, പല പല വലിയ വലിയ ചടങ്ങുകളൊക്കെ പള്ളികളിൽ നടക്കുന്നു. സദ്യക്കുള്ള, ക്രിസ്മസ് പാർട്ടിക്കുള്ള ഒരുക്കങ്ങൾ, ക്രിസ്മസ് ഈവിനുള്ള ഒരുക്കങ്ങൾ, പുൽക്കൂടുണ്ടാക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ, ലൈറ്റിട്ട് വീട് ഡെക്കറേറ്റ് ചെയ്യുന്നതിനുള്ള ഒരുക്കങ്ങൾ, വെക്കേഷൻ ടൈമാണ്, വീട്ടുകാരൊക്കെ വരുന്ന അതിനുള്ള ഒരുക്കങ്ങൾ. ആകെ ഒരു തിരക്കിലാണ് ക്രിസ്ത്യാനി. ഇന്ന് ബൈബിൾ എടുത്ത് നോക്കിയപ്പോൾ ക്രിസ്തുവിൻ്റെ ജനനം, അപ്പം മാത്യു ആരാണ് ആദ്യം കണ്ടതെന്നുള്ളത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലാണ് കുറച്ചും കൂടി എഴുതിയിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൽ അത് എഴുതിയിട്ടില്ല അധികം. ക്രിസ്തു ഒരു തൊഴുത്തിലാണ് ജനിച്ചത്. അതായത് മനുഷ്യൻ്റെ രൂപം പൂണ്ട് ഈ ഭൂമിയിൽ ജനിച്ച സർവത്തിൻ്റെയും പിതാവായ ക്രിസ്തു ജനിച്ചത് ഒരു തൊഴുത്തിൽ. ആ സദ്വാർത്ത ആദ്യം അറിഞ്ഞത്, അല്ലെങ്കിൽ ദൂതന്മാർ ചെന്ന് ആദ്യം അറിയിച്ചത് ആട്ടിടയന്മാരെ. പിന്നീടാണ് ജ്ഞാനികളൊക്കെ അറിഞ്ഞ് ജ്ഞാനികളൊക്കെ വരുന്നത്. അന്ന് അവിടുത്തെ രാജാവിനൊന്നും അറിഞ്ഞില്ല, ഹെറോദേസിനൊന്നും അറിഞ്ഞില്ല. ഇത്രയും എളിമപ്പെട്ട്, എളിമയുടെ ക്രിസ്തു. അത് കഴിഞ്ഞുള്ള ജീവിതം മുഴുവൻ എളിമയുടെ പ്രവർത്തനങ്ങളായിരുന്നു, എളിമയുടെ പ്രഘോഷണങ്ങൾ, പരസ്പര സ്നേഹത്തിൻ്റെ പ്രഘോഷണങ്ങൾ. അവിടെ വചനത്തിൽ കർത്താവ് പറയുന്നുണ്ട്, നുറുങ്ങിയ ഹൃദയമാണ് എനിക്ക് വേണ്ടത്. എനിക്ക് വേണ്ടി നിങ്ങൾ എവിടെ ആലയം പണിയും? അപ്പോൾ ഹൃദയശുദ്ധിയില്ലെങ്കിൽ ഈ ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ വെറും പ്രഹസനങ്ങളായി മാറും എന്ന് കർത്താവ് എന്നെ ചിന്തിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ഒരു എളിമയുള്ള ഹൃദയം, ഒരു നുറുങ്ങിയ ഹൃദയം, ഒരു പശ്ചാത്തപിക്കുന്ന ഹൃദയം, ഒരു ശിശുവിനെ പോലെ നിഷ്കളങ്കമായ ഒരു ഹൃദയം, അതാണ് ക്രിസ്തുവിന് വീണ്ടും പിറക്കുവാനുള്ള പുൽക്കൂട്. നമുക്ക് അതാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. മറ്റതെല്ലാം ഓക്കെ, സെലിബ്രേഷൻസ് എല്ലാം ഓക്കെ. ആ സെലിബ്രേഷൻസിൻ്റെ ഉള്ളിൽ ഈ ആധ്യാത്മികമായ ഈ പുൽക്കൂട് മുങ്ങിപ്പോകരുത്. കാരണം ഇതിനാണ് ഒന്നാം സ്ഥാനം. അപ്പോൾ കൂടുതൽ പ്രാർത്ഥിക്കാനൊന്നുമല്ല കർത്താവിനോട് പറയുന്നത്. കർത്താവ് പറയുന്നത്, നീ വെറുതെ എൻ്റെ അടുത്തൊന്ന് വന്നിരിക്കുക, നീ ഒന്നും ചെയ്യണ്ട, ഒന്നും പ്രാർത്ഥിക്കണ്ട, വെറുതെ ഒന്ന് എൻ്റെ അടുത്ത് വന്നിരിക്കുക. എൻ്റെ സ്വരം, ഞാൻ എന്തെങ്കിലും പറയണ്ടെങ്കിൽ എൻ്റെ സ്വരം നീ ഒന്ന് ശ്രവിക്കുക, ഒന്ന് സ്ലോ ഡൗൺ ചെയ്യേ. ഈ ബഹളങ്ങളൊന്നും ഇല്ലാതെ ഒന്ന് എൻ്റെ അടുത്ത് ഇരിക്കാനാണ് കർത്താവ്. അപ്പം ഞാൻ നിനക്ക് നിൻ്റെ കുറവുകൾ ഞാൻ വെളിപ്പെടുത്തി തരാം. അതിനെ അതിനോർത്ത് പശ്ചാത്തപിക്കുവാൻ, വിലപിക്കുവാൻ, യഥാർത്ഥമായി വിലപിക്കുവാൻ. ഇനി അവ ചെയ്യുകയില്ല, ഞാൻ ചെയ്യാതിരിക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കും, ഞാൻ വെറുത്ത് ഉപേക്ഷിക്കുന്ന കർത്താവെ എന്ന് പറയുവാൻ.
കർത്താവിനെ കൂട്ടുപിടിക്കുവാൻ. കാരണം അനുദിനം നമ്മൾ കുറേയും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു മനുഷ്യനാകുന്നില്ലെങ്കിൽ ഇതെല്ലാം വെറുതെ വ്യർത്ഥമാണ്. നമ്മൾ ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുമ്പോൾ അനുദിനം നമ്മൾ ക്രിസ്തുവുമായി കൂടുതൽ കൂടുതൽ താതാത്മ്യം ഉള്ളവരായി മാറണം. അല്ലെങ്കിൽ ഇതൊക്കെ വെറുതെ വ്യർത്ഥമാണ്. നമുക്ക് ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ കർത്താവ് തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിക്കകത്ത് കയറി കതകുകൾ അടച്ച് എൻ്റെ സന്നിധിയിലിരുന്ന് എന്നോട് പ്രാർത്ഥിക്കുവിൻ. വിജാതീയരെ പോലെ ഭയങ്കര നീളമുള്ള പ്രാർത്ഥനകളും ഭയങ്കര മ്യൂസിക് ഷോയൊന്നും വേണ്ട. നീ കഥകളടച്ചാന്ന് പറഞ്ഞതിന് വേറെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ ധ്യാനിക്കുക എന്നുള്ളതാണ്. നീ ഈ ലോകത്തിൽ നിന്നൊക്കെ ഒന്ന് ഡിറ്റാച്ച് ചെയ്ത് കഥകളടച്ച് നീ എന്നെക്കുറിച്ച് ധ്യാനിക്കുക, എൻ്റെ വചനത്തെക്കുറിച്ച് ധ്യാനിക്കുക. അപ്പോൾ നിന്റെ കുറവുകൾ, നിന്റെ കണ്ണിലെ തടിക്കഷ്ണങ്ങൾ ഞാൻ നിനക്ക് കാണിച്ചു തരും. അവ മാറ്റാനായി ഞാൻ നിന്നെ സഹായിക്കും. വീണ്ടും ഒരു മാംസളമായ ഒരു ഹൃദയം, ആ കല്ലുപോലെയുള്ള ഹൃദയം മാറ്റി വീണ്ടും മാംസളമായൊരു ഹൃദയം നിനക്ക് ഞാൻ നൽകും. അപ്പോൾ നീ എൻ്റെ യഥാർത്ഥ സന്തോഷവും സമാധാനവും എല്ലാം നീ അനുഭവിക്കും. ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ സമാധാനമായിട്ടിരുന്ന്, ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ സമാധാനമായിട്ടിരുന്ന് ധ്യാനിക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. അതേസമയം ബാക്കി എല്ലാ ആഘോഷങ്ങളും വേണം. ആഘോഷിക്കാൻ പറ്റാത്തവരെ മറക്കുകയും ചെയ്യരുത്. നമ്മുടെ ആഘോഷങ്ങളിൽ അവരെ നമ്മൾ ഉൾപ്പെടുത്തുകയും വേണം. ഇതിനുള്ള കൃപയ്ക്കായി കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് കിട്ടിയ വചനഭാഗം സങ്കീർത്തനങ്ങൾ 139:13. അവിടുന്നാണ് എൻ്റെ അന്തരംഗത്തിന് രൂപം നൽകിയത്. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ അവിടുന്ന് എന്നെ മെനഞ്ഞു. ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. എന്തെന്നാൽ അങ്ങ് എന്നെ വിസ്മയനീയമായി സൃഷ്ടിച്ചു. അവിടുത്തെ സൃഷ്ടികൾ അത്ഭുതകരമാണ്. എനിക്കത് നന്നായി അറിയാം. ഞാൻ നിഗൂഢതയിൽ ഉരുവാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ വെച്ച് സൂക്ഷ്മതയോടെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ രൂപം അങ്ങേക്ക് അജ്ഞാതമായിരുന്നില്ല. എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുൻപ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. അപ്പോൾ ക്രിസ്തു മെനഞ്ഞ ആ രൂപത്തിലാണോ നമ്മൾ ഇപ്പോൾ ഇരിക്കുന്നത്? അല്ലെങ്കിൽ ക്രിസ്തു ആഗ്രഹിക്കുന്ന ഒരു രൂപത്തിലേക്കുള്ള ഒരു രൂപമാറ്റത്തിന് പറ്റിയ സമയമാണ് ഈ ക്രിസ്മസ് സീസൺ. വീണ്ടും പറയുന്നു 23-ാം വാക്യം, ദൈവമേ എന്നെ പരിശോധിച്ച് എൻ്റെ ഹൃദയത്തെ അറിയണമേ. എന്നെ പരീക്ഷിച്ചെൻ്റെ വിചാരങ്ങൾ മനസ്സിലാക്കണമേ. വിനാശത്തിൻ്റെ മാർഗത്തിലാണോ ഞാൻ ചരിക്കുന്നതെന്ന് നോക്കണമേ. ശാശ്വത മാർഗത്തിലൂടെ എന്നെ നയിക്കണമേ. ഇതിനുള്ള കൃപയ്ക്കായി നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം നീ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത്. ദുഷ്ട അരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.